ഇന്ന് ലോക ബ്രെയിലി ദിനം. കാഴ്ച പരിമിതിയുള്ളവർക്ക് മാത്രമായി ലോകം മാറ്റിവെക്കുന്നൊരു ദിനം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വൈവിധ്യങ്ങളും നിറഭേദങ്ങളും നിറഞ്ഞ ഈ ലോകത്തെ കാണാനാകാതെ, എന്തിനധികം സ്വന്തം ഇണയുടെ സൗന്ദര്യം പോലും കണ്ണിറയെ കാണാൻ അവസരമില്ലാതെ, സ്വന്തം ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ അമ്മയെ കണ്ടുകൊണ്ട് തിരിച്ചറിയാനാകാതെ, കേവലം കേൾവിയിലൂടെയും അല്ലെങ്കിൽ അവരുടേതായ ചില ഇന്ദ്രിയ ജ്ഞാനങ്ങളിലൂടെയും ഇവയെല്ലാം തിരിച്ചറിയുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് അവരെങ്ങനെയായിരിക്കും ഈ ലോകത്തെ കാണുന്നുണ്ടാവുക? ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലെ എക്സ്പോ നടന്നിരുന്നു. കാഴ്ചയില്ലാത്തവരുടെ ലോകം. ആ എക്സ്പോയുടെ ശരിയായ പേര് ഞാൻ ഓർക്കുന്നില്ല. അന്ധരായ ആളുകൾ ഈ ലോകത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അവരെങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന കാര്യം കാഴ്ചശേഷിയുള്ള നമ്മെ പോലെയുള്ളവർക്ക് നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു ആ എക്സ്പോയുടെ തീം. അതിനുശേഷം പിന്നീടുള്ള വർഷങ്ങളിലും ഞാൻ ആ എക്സ്പോ തപ്പി നടന്നിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. വെളിച്ചത്തിന്റെ അംശം പോലും കയറാത്ത വിശാലമായ എടുക്കാം. അതിനകത്ത് നിത്യജീവിതത്തിൽ നാം ഇടപഴകേണ്ടി വരാനുള്ള എല്ലാ സന്ദർഭങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറി മാർക്കറ്റ്, ഫ്രൂട്ട് മാർക്കറ്റ്, പലചരക്ക് കട, റോഡ്, പുഴ, ട്രെയിൻ ഗതാഗത മാർഗങ്ങൾ, അങ്ങനെ തുടങ്ങിയല്ല. ഇതിലൂടെ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. പക്ഷെ അതിന് കഴിയില്ല. നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. പച്ചക്കറി കടയിലും ഫ്രൂട്ട് കടയിലും ഒക്കെ നമ്മൾ എത്തുമ്പോൾ അവിടെയുള്ള ഓരോ സാധനങ്ങളും എടുത്ത് പരിശോധിച്ച് അത് എന്താണെന്ന് പറയാം. തൊട്ടും തലോടിയും പരിശോധിക്കാനേ കഴിയൂ. കണ്ണുണ്ടെങ്കിലും ആ ഇരുട്ടത്ത് നമുക്കൊന്നും കാണില്ല. നമ്മുടെ കൂടെ കൈപിടിക്കാൻ ഒരു ഗൈഡ് ഉണ്ടായിട്ട് പോലും ഓരോ സ്ഥലത്തും നമ്മൾ അങ്ങനെ ഗതികെട്ടാതെ തപ്പി നടക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ കണ്ണിന്റെ വില മനസ്സിലാകുന്നത്. കാഴ്ചശക്തി ഇല്ലാത്തവരുടെ ബുദ്ധിമുട്ടുകൾ നാം തിരിച്ചറിയുന്നത്. ബ്രെയിലി ലിപി കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയിലിയുടെ ജന്മദിനമാണ് ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നത്. കാഴ്ച പരിമിതിയുള്ളവർക്ക് അന്തസ്സോടെ ജോലി ചെയ്യാനും ജീവിക്കാനും എഴുതാനും വായിക്കാനും പഠിക്കാനും സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബ്രെയിലി ഈ ലിപി കണ്ടുപിടിച്ചത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിന്റെയും തുല്യ അവസരത്തിന്റെയും അടിസ്ഥാനമാണ് ബ്രെയിലി. നമ്മുടെ രാജ്യത്ത് കാഴ്ച പരിമിതിയുള്ളവർ, മറ്റു ഭിന്നശേഷിക്കാർ ഇവരെ ഗവൺ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമം 2016 റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് അന്ധതയെയും കാഴ്ച പരിമിതിയെയും ഭിന്നശേഷിയുടെ ഗണത്തിൽപ്പെടുത്തി വ്യക്തമായ ചില ഉത്തരവാദിത്തങ്ങൾ ഈ ആക്ട് സ്റ്റേറ്റിന് നൽകുന്നു. കാഴ്ച പരിമിതിയുള്ള 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് തങ്ങളുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂളിൽ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്. അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ളതോ അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിൽ ആക്സസ് ചെയ്യാവുന്ന തരത്തിലോ ഉള്ളതായ ഫോർമാറ്റിൽ ടെക്സ്റ്റ് ബുക്കുകൾ സൗജന്യമായി നൽകുക. അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഡിവൈസുകളും പഠന ഉപകരണങ്ങളും സൗജന്യമായി നൽകുക. ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്ഥാപനങ്ങളിലും അവരെ കൂടി ഉൾപ്പെടുത്താവുന്ന രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം ക്രമീകരിക്കുക. ഇതെല്ലാം ഈ ആക്ടിൽ പറയുന്നു. ഇത്തരത്തിലുള്ള ഏതെങ്കിലും അവകാശം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത് നിയമം വ്യവസ്ഥ ചെയ്യുന്ന അവകാശങ്ങളുടെ നിഷേധമായിട്ടാണ് കണക്കാക്കുന്നത്. അഥവാ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വയലേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സ് എന്ന് പറയും. ഇതിന് നമുക്ക് അധികാര സ്ഥാപനങ്ങളിൽ നിന്നും റിലീഫ് കിട്ടിയില്ലെങ്കിൽ കോടതി മുഖേന റിലീഫ് സമ്പാദിക്കാനുള്ള അവസരമുണ്ട്. അതിന് നമുക്ക് സൗജന്യമായ നിയമസഹായം അടക്കമുള്ളത് അതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് റിസർവേഷൻ ഉണ്ട്. പരീക്ഷകളിൽ ബ്രെയിലി ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യാനും സ്ക്രൈബുകൾ ഏർപ്പാട് ചെയ്യുന്നതിനും അധിക സമയം ലഭിക്കുന്നതിനും ഒക്കെ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതേപോലെ ജോലി സ്ഥലങ്ങളിൽ കൃത്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ചുരുക്കത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം യൂണിവേഴ്സിറ്റികളിലും മത്സര പരീക്ഷകളിലും ജോലി സ്ഥലങ്ങളിലെല്ലാം അവർക്ക് കൃത്യമായ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാണ് ഈ നിയമത്തിന്റെ ഭാഷ. കാഴ്ച പരിമിതി അടക്കമുള്ള ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ സുഗമ്യ ഭാരത് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ആചരിക്കുന്ന ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് പൊതു ബിൽഡിങ്ങുകളിൽ അവർക്ക് ഗുണകരമായ രീതിയിലുള്ള വഴിയടയാളങ്ങൾ, അതേപോലെ അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇതെല്ലാം ഉണ്ടാകണമെന്നാണ് നിഷ്കർഷിക്കുന്നത്. ആഗോളതലത്തിൽ ഇന്ത്യ കൂടി അംഗമായ 2013 ഐക്യരാഷ്ട്രസഭയുടെ മറാക്കേഷ് ഉടമ്പടി പ്രകാരം ലോകത്ത് പബ്ലിഷ് ചെയ്യപ്പെട്ട എല്ലാ പുസ്തകങ്ങളും, കോപ്പിറൈറ്റുള്ള പുസ്തകങ്ങളടക്കം അത് ബ്രെയിലി രൂപത്തിലാക്കാനും ഓഡിയോ ബുക്കുകളായി പബ്ലിഷ് ചെയ്യാനും ആ ഉടമ്പടി അനുവാദം നൽകുന്നുണ്ട്. അത് പ്രകാരം കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ ബൗദ്ധിക നിലവാരം കൂടി, അവരുടെ ബൗദ്ധികമായ ഉന്നതി കൂടി നിയമം പരിഗണിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാഴ്ച പരിമിതി അടക്കമുള്ള ഭിന്നശേഷിയുള്ളവർ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഗാർഡിയൻ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം കോടതികൾക്കുണ്ട്. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലഘട്ടത്തിൽ ഗാർഡിയൻ അപ്പോയിന്റ് ചെയ്യാനുള്ള പെറ്റീഷൻസ് ധാരാളമായി കോടതികൾ കണ്ടിരുന്നു.
പക്ഷെ പിന്നീട് 2016 ആക്ടിന് ശേഷം ആ ട്രെൻഡ് മാറി. കാരണം 2016 ആക്ട് പ്രകാരം അബ്സല്യൂട്ട് ഗാർഡിയൻ, പ്ലീനറി ഗാർഡിയൻ എന്നുള്ളത് മാറുകയും, അതായത് പൂർണ്ണമായ അധികാരം ഗാർഡിയൻ കൊടുക്കുന്ന രീതി മാറുകയും, ഭിന്നശേഷിയുള്ള വ്യക്തിയുടെ അനുവാദത്തോടു കൂടി, അവന്റെ സമ്മതത്തോടു കൂടി, അവനെ കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ള നിബന്ധനകൾ വന്നതിൽ പിന്നീട് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കോടതികൾ ഗാർഡിയൻ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഗാർഡിയന് തന്നെ വളരെ ലിമിറ്റഡ് ആയ റൈറ്റുകൾ മാത്രമേ ഉള്ളൂ. എപ്പോഴും ഈ വ്യക്തിയെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ളതാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് ധാരാളം അവകാശങ്ങൾ വ്യവസ്ഥയിലുണ്ട്. അത് അവരിലേക്ക് യഥാവിധി എത്തിക്കാനുള്ള ബാധ്യത നമ്മെപ്പോലെയുള്ള പൂർണ്ണശേഷിയുള്ള ആളുകൾക്കാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും അത് നടക്കാറില്ല. നമ്മുടെ പൊതു ഇടങ്ങൾ, ആരാധനാലയങ്ങൾ, വീട്, പള്ളികൾ, ഇതെല്ലാം ഭിന്നശേഷി സൗഹൃദമാകേണ്ടതുണ്ട്. നമുക്ക് ഭിന്നശേഷിക്കാരായ ആളുകളെയും നമ്മുടെ വീട്ടിലേക്ക് സൽക്കരിക്കാൻ, അതിന് എത്ര പേരുടെ വീടുകൾ ഭിന്നശേഷി സൗഹൃദമാണ്? നിയമം കടലാസിൽ മാത്രമായി ഒതുങ്ങാതെ അതിന്റെ അർഹരായ ആളുകളിലേക്ക് എത്തുമ്പോഴാണ് ആ നിയമങ്ങൾക്ക് ആത്മാവുണ്ടാകുന്നത്, ജീവൻ ഉണ്ടാകുന്നത്. അല്ലാത്തിടത്തോളം കാലം ആ നിയമങ്ങൾ വെറും അക്ഷരങ്ങളായി മാത്രം അവശേഷിക്കും. ഈ ലോക ബ്രെയിലി ദിനത്തിൽ ഭിന്നശേഷിക്കാരായ, കാഴ്ച പരിമിതിയുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അന്തസ്സുള്ള, അഭിമാനത്തോടു കൂടിയുള്ള, തുല്യ അവസരങ്ങൾ ലഭ്യമാകുന്ന സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു.